ഇന്ന് പത്തനംതിട്ടയിലെത്തുമ്പോൾ പ്രധാനമന്ത്രി പത്മജ വേണുഗോപാലിനെ കാണും. കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചിട്ടുണ്ട്. പത്മജ പത്തനംതിട്ടയിലെത്തി വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സന്ദർശനം, ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു മണ്ഡലം. മാവേലിക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും അവിടെ എത്തുന്നുണ്ട്. 1,00,000 പേര് അവിടെ എത്തുമെന്ന് മനസ്സിലാക്കുന്നു. അതിനൊക്കെ അപ്പുറമായി നേരിട്ട് പ്രധാനമന്ത്രി പത്മജ വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്ന വാർത്തയും വരുന്നു. എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ കൂടിക്കാഴ്ചയ്ക്ക്? തീർച്ചയായും പത്മജ വേണുഗോപാൽ BJPയിലേക്ക് വന്നതിന് ശേഷം അവർ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും പത്മജ വേണുഗോപാൽ ഇവിടേക്ക് എത്തി അവർ പ്രധാനമന്ത്രിയെ കാണും, അവർക്ക് കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. പല പല വാർത്തകൾ ഓരോ ഘട്ടത്തിലും പുറത്തു വന്നിരുന്നു. അവർക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ ഗവർണർ സ്ഥാനം അടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പദവികൾ ലഭിക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അക്കാര്യത്തിലൊക്കെ ഏതാണ്ട് ഒരു തീരുമാനം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന കെ കരുണാകരൻ്റെ മകൾ കൂടിക്കാഴ്ച നടത്തുകയാണ്. BJPയിലേക്ക് എത്തിയതിനു ശേഷം ആദ്യമായാണ് അത്തരത്തിലൊരു കൂടിക്കാഴ്ച നടക്കുന്നത്. രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുണ്ട്. അതൊരു പൊളിറ്റിക്കൽ സസ്പെൻസായി അവർ വെച്ചിരുന്നതാണ്. എന്തായാലും ഇവിടെ വെച്ചാണ് ആ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും ഇനി മോദിയുടെ പരിപാടിയിലേക്ക് വന്നാൽ കൃത്യം 1 മണിയോടുകൂടി തന്നെ അദ്ദേഹം പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്റർ ഇറങ്ങും. തിരുവനന്തപുരത്ത് നിന്നാണ് അദ്ദേഹം വരുന്നത്. അതിനുശേഷം ഒരു 1:15 ഇവിടേക്ക് എത്തിച്ചേരും. ഏതാണ്ട് ഒരു 8 കിലോമീറ്റർ ദൂരം പ്രമാടവും അതുപോലെ തന്നെ ഈ പരിപാടി നടക്കുന്ന പബ്ലിക് സ്റ്റേഡിയവും തമ്മിലുണ്ട്. എന്തായാലും ആ 8 കിലോമീറ്റർ ആ വാഹന വ്യൂഹം ഇവിടേക്ക് കടന്നു വരും. 1:15 ഇവിടെ എത്തും. ഏതാണ്ട് ഒരു 3/4 മണിക്കൂറോളം പ്രധാനമന്ത്രി ഇവിടെ ഒരു പ്രസംഗം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കനത്ത സുരക്ഷയിലാണ് പത്തനംതിട്ട നഗരവും അതുപോലെ തന്നെ ഈ പ്രധാനമന്ത്രി വന്നിറങ്ങുന്ന സ്റ്റേഡിയവും ഒക്കെ കനത്ത സുരക്ഷയിൽ തന്നെയാണ് ഉള്ളത്. രാവിലെ മുതൽ തന്നെ കൃത്യം 6 മണി മുതൽ തന്നെ പോലീസിൻ്റെ വലിയൊരു വിന്യാസം ഈ മേഖലയിലൊക്കെ തന്നെ കാണാമായിരുന്നു. എന്തായാലും അനിൽ കെ ആന്റണി എന്ന സ്ഥാനാർത്ഥി മാത്രമല്ല ഇവിടെ ഉണ്ടാവുക. ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി അദ്ദേഹം മാത്രമായിരിക്കില്ല ഈ വേദിയിൽ ഉണ്ടാവുക. മാവേലിക്കരയിലെ സ്ഥാനാർത്ഥി ഉണ്ടാകും. ഒരുപക്ഷേ തൊട്ടപ്പുറത്തെ കൊല്ലത്തെ സ്ഥാനാർത്ഥി അടക്കം ഉണ്ടാകാനുള്ളൊരു സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല. എന്തായാലും 1,00,000-ഓളം പ്രവർത്തകർ, അത് പല പല മേഖലകളിൽ നിന്ന് 1,00,000-ഓളം പ്രവർത്തകർ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക BJP പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി എത്തുകയാണ്. ആദ്യ പരിപാടിയാണ് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യ പരിപാടി. എന്തായാലും അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിലാണ് BJP. അത് അവർ കളറാക്കി മാറ്റുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങളുമായി നമ്മൾക്കൊപ്പം ചേർന്നത്.